ഭാഷ വളരെ ശക്തമായിട്ടുള്ള ആയുധമാണ്. ഈ ലോകത്തിൽ ഭാഷകൾ കാരണമാണ് വിഭിന്ന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു മതഗ്രന്ഥം പറയുന്നത് ലോകത്തിൽ ആദ്യമേ മനുഷ്യർക്കെല്ലാവർക്കും ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ലോകത്തിൽ ഇന്ന് കാണുന്ന വൻകരകൾ വിഭജിക്കുന്നതിന് മുമ്പ്, അതായത് നാഗരികതകളെല്ലാം ഉടലെടുത്തത് പശ്ചിമേഷ്യയിൽ നിന്നാണല്ലോ. അതുകൊണ്ട് ആ പശ്ചിമേഷ്യയിൽ നിന്നിട്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകൾ ചിന്നിച്ചിതറിപ്പോയിട്ടുള്ളത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളും സംഗമിച്ച് അവർ വലിയ സൗധങ്ങളും നഗരങ്ങളൊക്കെ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിന് അവർ കടകവിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്നുള്ളത് ദൈവം മനസ്സിലാക്കി ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കി എന്നാണ് ആ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരേ ഒരു കാരണം കൊണ്ടാണ് അവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് പോയിട്ടുള്ളത്. ആ തല്ലിപ്പിരിഞ്ഞ് പോയിട്ടുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമി വിഭജിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഷക്കാർ എത്തിയിട്ടുള്ളത്. സിനിമ ഒരു കച്ചവടമാണ്. സിനിമ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് അണിയറ പ്രവർത്തകർ ഒരുപാട് ചെപ്പടി വിദ്യകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ആയുധമാണ് വിവാദം. കഴിഞ്ഞ ദിവസം എമ്പുരാൻ സിനിമയിൽ അപ്രകാരം ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് പേർ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. പണി സിനിമയിൽ അപ്രകാരം കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സിനിമയും ഒരുപാട് പേർ ശ്രദ്ധിച്ചു. ഇപ്പോൾ കമലഹാസൻ്റെ തഗ് ലൈഫിൽ അപ്രകാരം ഒരു വിവാദം വന്നിരിക്കുകയാണ്. ആ വിവാദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തമിഴ് ഭാഷ കാരണമാണ് കന്നഡ ഭാഷ ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണ്. കാരണം തമിഴ് ഭാഷ കാരണമാണ് മലയാളം ഭാഷ അടക്കം ഉണ്ടായിട്ടുള്ളത്. കാരണം തമിഴ് ഭാഷ വളരെ പ്രാചീനമായ ഒരു ഭാഷയാണ്. പക്ഷേ അത് കന്നഡക്കാർക്ക് ഈ കാലഘട്ടത്തിൽ അത് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ കമലഹാസൻ്റെ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കമലഹാസൻ പറയുന്നത് അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, മാപ്പ് പറയാനുമില്ല. കാരണം അദ്ദേഹം അങ്ങനെ മാപ്പ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പുറകിലുള്ള രഹസ്യമെന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ ഈ കാരണം കൊണ്ട് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരും. ആ സിനിമ വിജയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ സീക്രട്ട്.